ഹായ് ആൾ ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും ബിടെക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ഒരു വലിയ ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുകയാണ്. അത് വേറെ ഒന്നുമല്ല, ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡ് എന്ന് പറയുന്ന ഭാരതത്തിലെ നവരത്ന സ്റ്റാറ്റസ് ഉള്ള പൊതുമേഖലാ കമ്പനിയിലേക്കാണ് അവര് ഇപ്പോൾ നിലവിൽ വിളിച്ചിരിക്കുന്നത്. കോൺട്രാക്ട് ബേസിലാണ്. അതിൽ തന്നെ ഈ അവസരം ലഭിച്ചിരിക്കുന്നത് ഇലക്ട്രോണിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കുമാണ്. ഇത്രയും തസ്തികകൾക്ക് ഇന്ത്യയിലെ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിലെ ബെല്ലിന്റെ സ്ഥാപനങ്ങളിലാണ് നിങ്ങൾക്ക് നിയമനങ്ങൾ ലഭിക്കുക. അതും അത്യാവശ്യം നല്ല പേ സ്കെയിലോട് കൂടിയാണ് നിയമനങ്ങൾ നടക്കുന്നത്. ഇതിന്റെ യോഗ്യതയായിട്ട് ബെല്ല് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് 4 ഇയർ ബിടെക് അല്ലെങ്കിൽ BE ഡിഗ്രി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ബെല്ലിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ഭാരതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നവരത്ന സ്റ്റാറ്റസ് ഉള്ള ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നേരിട്ട് നിയമനങ്ങൾ നടത്താൻ പറ്റും. ഈ നിയമനങ്ങൾ 3 വർഷത്തേക്കാണ് കരാറടിസ്ഥാനത്തിലെങ്കിലും അത് 2 വർഷം കൂടി നീട്ടാനും പിന്നീട് സ്ഥിര നിയമനങ്ങളാക്കി മാറ്റുവാനുമുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ബെല്ല് പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റുകൾക്ക്, അതായത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന് ഇന്ത്യയിലും ലോകത്തും തന്നെ വളരെ വലിയ വാലിഡിറ്റി ഉണ്ട്. മാത്രമല്ല, ജോലി ചെയ്യുന്ന കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് പരിധിക്ക് മുകളിലുള്ള സാലറിയുമാണ്. അതായത് ഉയർന്ന ശമ്പളത്തിൽ വളരെ സ്ഥിരതയുള്ള സുസ്ഥിരമായ ഒരു ജോലിയാണ് നിങ്ങൾക്ക് ബെല്ല് ഓഫർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട വിശദ വിവരങ്ങളിലേക്ക് പോകാം. പ്രധാനമായിട്ടും പോസ്റ്റുകളാണ്. അതിൽ തന്നെ എഞ്ചിനീയർ എന്ന് പറയുന്ന തസ്തിക തന്നെയാണ്. ഫിക്സ്ഡ് ടെന്യൂറിലേക്കുള്ള എഞ്ചിനീയർ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് നിയമനങ്ങൾ നടക്കുന്നത്. അതിൽ ആദ്യമായിട്ട് ബാംഗ്ലൂർ കോംപ്ലക്സിലേക്കാണ് തസ്തികകൾ നോക്കുന്നത്. അതിൽ ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് 48 തസ്തികകളാണ് ബാംഗ്ലൂർ കോംപ്ലക്സിലേക്കുള്ളത്. ഇനി മെക്കാനിക്കൽ മേഖലയിൽ നിന്ന് 52 തസ്തികയാണ് ബാംഗ്ലൂർ കോംപ്ലക്സിലേക്കുള്ളത്. അടുത്തതായിട്ട് കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് 75 തസ്തികകളാണ് ബാംഗ്ലൂർ കോംപ്ലക്സിലേക്കുള്ളത്. ഇലക്ട്രിക്കലുമായിട്ട് ബന്ധപ്പെട്ട് 2 തസ്തികകളാണ് ബാംഗ്ലൂർ മേഖലയിലേക്കുള്ളത്. അടുത്തതായിട്ട് അംബാല, ജോധ്പൂർ ആൻഡ് ബത്തിൻഡ എന്ന് പറയുന്ന സോണിലേക്കാണ്. ഇവിടത്തെ നിയമനം 3 മാത്രമാണുള്ളത്. അത് ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവർക്ക് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് മുംബൈ സോണിലേക്കാണ്. മുംബൈ സോണിലേക്ക് ഇലക്ട്രോണിക്സിന്റെ 24 വേക്കൻസികളാണ് പറയുന്നത്. അടുത്തത് വിഷിംഗ് ആൻഡ് ഡൽഹി ഇൻഡോർ, ഈ സോണുകളിലേക്ക് 10 ഉള്ളത്. അത് കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി അടുത്തത് ഗാസിയാബാദ് എന്ന് പറയുന്ന റീജിയനിലേക്കാണ്. അവിടെ ഇലക്ട്രോണിക്സിന്റെ 10ഉം കമ്പ്യൂട്ടർ സയൻസിന്റെ 5 വേക്കൻസികളാണ് നിലവിൽ ഉള്ളതായിട്ട് കാണുന്നത്. ഇങ്ങനെയാണ് നിയമനങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത്. അതനുസരിച്ച് നിങ്ങൾക്ക് വേക്കൻസികളും നിങ്ങൾക്ക് വേണ്ടുന്ന സോണുകളും തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇത് പ്രകാരം അൺറിസർവ്ഡ് ആയിട്ട് 99 വേക്കൻസികളും EWSന് 20 വേക്കൻസികളും OBCക്ക് 61 വേക്കൻസിയും SCക്ക് 32ഉം STക്ക് 17 വേക്കൻസിയുമാണ് നിലവിൽ ഓവറോൾ വേക്കൻസി ആയിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് അപേക്ഷിക്കുമ്പോൾ ഇതിന്റെ പ്രായപരിധി എന്ന് പറയുന്നത് 28 വയസ്സാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള മാക്സിമം പ്രായപരിധിയായിട്ട് ബെല്ല് നൽകിയിരിക്കുന്നത് 28 വയസ്സാണ്. മാത്രമല്ല, പ്രായപരിധിയിൽ ഇളവ് OBC, SC, ST വിഭാഗങ്ങൾക്ക് അനുവദിച്ചിട്ടുമുണ്ട്. അതായത് അതർ ബാക്ക്വേർഡ് ക്ലാസ്സിന് 3 വർഷവും ഷെഡ്യൂൾഡ് കാസ്റ്റിന് 5 വർഷവും പേഴ്സൺസ് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക വൈഷമ്യതയുള്ളവർക്ക് 10 വർഷവും അവർ പ്രായപരിധിയിൽ ഇളവ് അനുവദിച്ചിരിക്കുന്നതായിട്ട് നോട്ടിഫിക്കേഷനിൽ കാണുന്നുണ്ട്. അടുത്തതായിട്ട് ഇനി എന്തൊക്കെയാണ് നിങ്ങളുടെ ഡിസിപ്ലിൻ? നിങ്ങൾക്ക് ഈ ഡിഗ്രി ഉണ്ടായാൽ മാത്രം പോരാ, നിങ്ങൾ ഇതിൽ ഈ പറയുന്ന ഡിസിപ്ലിൻ പഠിച്ചിരിക്കുന്നവർക്ക് മാത്രമേ ഈ ഒരു പോസ്റ്റുകൾക്ക് അപേക്ഷിക്കാനുള്ള എലിജിബിലിറ്റി ഉള്ളൂ. അതിൽ തന്നെ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന മേഖലയിൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് ഡിസിപ്ലിൻ ആയിട്ട് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, കമ്മ്യൂണിക്കേഷൻ, ടെലികമ്മ്യൂണിക്കേഷൻ, ഇത്രയും സ്ട്രീമിൽ ഇലക്ട്രോണിക്സ് ബിടെക് അല്ലെങ്കിൽ BE ഉള്ളവരാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ടത്. അടുത്തതായിട്ട് മെക്കാനിക്കലാണ്. മെക്കാനിക്കലിലേക്ക് എത്തുമ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കട്രോണിക്സ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ്, ഈ 3 ഡിസിപ്ലിനുകൾ ഏതെങ്കിലും ആയിരിക്കണം നിങ്ങൾ നേടിയിരിക്കേണ്ടത്. അടുത്തത് കമ്പ്യൂട്ടർ സയൻസിലേക്ക് എത്തുമ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇൻഫർമേഷൻ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഡേറ്റാ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇത്രയും ഡിസിപ്ലിൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അടുത്തതായിട്ട് ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് എത്തുമ്പോൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ്, ഈ സ്ട്രീമുകളിലും നിങ്ങൾക്ക് ഡിസിപ്ലിനിൽ നിങ്ങൾക്ക്
ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കണമെന്ന് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിന്റെ എക്സാമിനേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ് എന്നുള്ളതാണ് പറയുന്നത്. മെത്തേഡ് ഓഫ് സെലക്ഷൻ ആണ്. ഇവിടെ മെത്തേഡ് ഓഫ് സെലക്ഷനിലേക്ക് എത്തുമ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് CBT ബേസ്ഡ് ടെസ്റ്റും ശേഷം ഇന്റർവ്യൂവും നടത്തിയ ശേഷമായിരിക്കും അവർ നിങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഇവിടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലേക്ക് എത്തുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത് 85 മാർക്കിന്റെ CBT എക്സാം ഉണ്ടായിരിക്കുമെന്നാണ്. അതിൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, ടെക്നിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഈ 2 കാറ്റഗറികളും ഉണ്ടായിരിക്കും. മാർക്കിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് ജനറൽ OBC ആൻഡ് EWSന് 35% മിനിമം മാർക്കും SC/STക്ക് 30% വേണം എന്ന് പറയുന്നുണ്ട്. അതായത് ഈ ടെസ്റ്റിൽ മിനിമം ഈ ഒരു മാർക്ക് ക്വാളിഫൈ ചെയ്തവരെ മാത്രമേ ഇവർ കൺസിഡർ ചെയ്യുകയുള്ളൂ എന്നാണ് പറയുന്നത്. എന്നതിൻ്റെ അർത്ഥം ഈ ഒരു മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് ഇതിലേക്ക് കയറാമെന്നല്ല. ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആണ്. പക്ഷെ ഈ ഒരു മാർക്കിൽ താഴെ ആയി കഴിഞ്ഞാൽ ആരെയും തന്നെ അവർ സെലക്ട് ചെയ്യില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഇനിയും ഇതിന്റെ പേ ആൻഡ് അലവൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇതിന്റെ എക്സാമിനേഷൻ ആണ്, CBT ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. ഇത് ഡിസംബർ 2024 തന്നെ കണ്ടക്ട് ചെയ്യുമെന്ന് ബെല്ല് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് അപേക്ഷിച്ച് ഉടൻ തന്നെ നിങ്ങൾക്ക് പരീക്ഷ ഫേസ് ചെയ്യേണ്ടി വരും. പ്രിപ്പയർ ചെയ്യാനൊന്നും അധികം സമയം കിട്ടണമെന്നില്ല. ഒരു 30 ദിവസത്തിൽ താഴെ മാത്രമേ ഇതിന് പ്രിപ്പയർ ചെയ്യുവാനുള്ള സമയം ലഭിക്കുകയുള്ളൂ. ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പേ ആൻഡ് അലവൻസ് ആണ്. ഇതിന്റെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് ഏതാണ്ട് 40,000 മുതൽ 1,40,000 രൂപ വരെ സാലറി കിട്ടുന്ന ഒരു തസ്തികയായിട്ടാണ് ഇതിനകത്ത് പറയുന്നത്. ഇനി ഇതിന് അപേക്ഷിക്കുന്നതിന് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് 400 രൂപയും അതിന്റെ 18% GSTയുമാണ്. അങ്ങനെ മുഴുവൻ നിങ്ങൾ 472 രൂപ ഇതിന് ഫീ ആയിട്ട് അടയ്ക്കേണ്ടതാണ്. ഇനിയും ഈ ഫീയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് SC/ST, PWBD ആൻഡ് എക്സ് സർവീസ്മാൻ ഇത്രയും വിഭാഗങ്ങളെ അവർ ഫീസിൽ നിന്ന് ഒഴിവാക്കിയതായിട്ട് കൂടി പറയുന്നുണ്ട്. ഇനിയും ഈ അടയ്ക്കുന്ന ഫീസ് ഒരു കാരണവശാലും റീഫണ്ട് ചെയ്ത് തരുന്നതല്ല എന്ന് കൂടി ഈ ഒരു കമ്പനി നിങ്ങളെ അറിയിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇത് എങ്ങനെയാണ് അപേക്ഷിക്കുന്നത് എന്നുള്ളതാണ്. ഇനിയും ഇതിന് അപേക്ഷിക്കേണ്ടതിൻ്റെ വെബ്സൈറ്റ് ആണ്. ഈ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അല്ലെന്നുണ്ടെങ്കിൽ ബെല്ലിൻ്റെ ഓൺ സൈറ്റിൽ കയറി കരിയേഴ്സ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കുന്നതാണ്. ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് jobapply.in ബെൽ 2024 BNGE എഞ്ചിനീയർ FTE/default aspects എന്ന സൈറ്റ് വഴി നിങ്ങൾക്ക് നേരിട്ട് ഇത് അപേക്ഷിക്കാവുന്നതാണ്. ഈ ഒരു ഡയറക്റ്റ് സൈറ്റ് അറിയാത്തവർക്ക് നേരിട്ട് ബെല്ലിൻ്റെ സൈറ്റിൽ കയറിയിട്ട് ലിങ്ക് വഴി നേരിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. അല്ലെങ്കിൽ BEL.India.in എന്ന് പറയുന്ന സൈറ്റ് വഴി കയറിയാൽ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും അറിയാനും പറ്റുന്നതായിരിക്കും. അപ്പം മറക്കണ്ട, ഈ ഒരു സൈറ്റ് വഴി www.BEL.India.in എന്ന് പറയുന്ന സൈറ്റ് വഴി നിങ്ങൾക്ക് കയറിയാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും എന്ന് എടുത്തു പറയണം. ഇനിയും ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അപേക്ഷിക്കേണ്ടുന്ന അവസാന ഡേറ്റ് ആണ്. ഇതിന് അവസാന ഡേറ്റ് എന്ന് പറയുന്നത് 10/12/2024 ഇതുമായിട്ട് ബന്ധപ്പെട്ട് യോഗ്യതയുള്ളവർ ഈ ഒരു ഡിസിപ്ലിൻ വരുന്നവർക്ക് 10/12/2024 മുമ്പ് തന്നെ ഇത് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കേണ്ടുന്ന ലിങ്ക് ഒന്നുകൂടി ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. ഈ കൊടുത്തിരിക്കുന്ന സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. ഈ സൈറ്റ് വഴി അല്ലെങ്കിൽ ബെല്ലിൻ്റെ സൈറ്റിൽ കയറിയാലും നിങ്ങൾക്ക് കരിയേഴ്സ് വഴി നിങ്ങൾ അപേക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് അതിലൂടെ എക്സ്പ്ലോർ ചെയ്ത് പോകുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഈ നൽകിയിരിക്കുന്ന സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് എന്ന് പറയുന്നു. ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ യോഗ്യതയുള്ളവർക്കാണ്. കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. ഈ നിയമനം 3 വർഷം 5 വർഷം വരെ നീട്ടിക്കിട്ടാം. ചിലപ്പോൾ സ്ഥിര നിയമനമായിരിക്കാം. ചിലപ്പോൾ നിങ്ങളെ എപ്പോൾ വേണമെങ്കിലും പിരിച്ചു വിട്ടുവെന്നും ഇരിക്കാം. ഒരു ഗവൺമെന്റ് എംപ്ലോയ്മെന്റ് സെക്യൂരിറ്റി ഒന്നും ഇവിടെ ഉണ്ടാവില്ല. മറിച്ച് നിങ്ങൾക്ക് സാലറിയും പേ സ്കെയിലും പിന്നെ ഈ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസും വളരെ വാലിഡ് ആണ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള യോഗ്യതയുള്ളവർക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാവുന്ന ഒരു തസ്തികയാണ്. ടെസ്റ്റ് ഉണ്ട്, ശേഷം ഇന്റർവ്യൂവും ഉണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും അവർ റിക്രൂട്ട് ചെയ്യുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾക്കും വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. അപ്പം യോഗ്യതയുള്ള എല്ലാവരും അപേക്ഷിക്കുമെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.